പ്രിജി അങ്ങേക്ക് മറുപടി നൽകാം. ഇപ്പോൾ ഷാനിബ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, മന്ത്രിയുടെ സ്റ്റാഫ് നടത്തിയ അസോൾട്ട് എന്നുള്ള ആരോപണം, അതിന്മേലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതും ഈ തരത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതും എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് പ്രിജി? ഈ ഇടത് സർക്കാർ എല്ലാ കാലത്തും ഈ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്കൊപ്പമാണെന്ന് കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടത്തിയ പ്രതികരണങ്ങൾ മാത്രമല്ല, നടപടികളുണ്ടായ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തന്റെ മുന്നണിയിലെ ഒരു മന്ത്രിക്കെതിരെ ആരോപണം വരുമ്പോൾ പ്രതികരണങ്ങളില്ല. ഇന്ന് മന്ത്രി ആർ ബിന്ദു ഒക്കെ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞ് ഒഴിയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എവിടെയാ മറുപടി, എവിടെയാ പ്രതികരണം? അഡ്വക്കേറ്റ് ഷാനിബ പറഞ്ഞ നിയമപരമായ കാര്യങ്ങളിൽ ഒരു കാര്യത്തിനോടാണ് എനിക്ക്, അതിൻ്റെ അവസാന ഭാഗം പറഞ്ഞതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അതായത് അഡ്വക്കേറ്റ് അൻസിബ തന്നെ പറയുന്ന ഒരു കാര്യം, ഷാനിബ അവിടെ നടന്നിട്ടുള്ളത് മന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫ്, എന്താ ഷാനിബ പേര് തെറ്റി, ഷാനിബ പറഞ്ഞിട്ടുള്ളത് അവിടെ മന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫ് അംഗങ്ങൾ നടത്തിയിട്ടുള്ളത് അസോൾട്ടാണ്. ഞാനത് അംഗീകരിക്കുന്നു, അസോൾട്ടാണ്. അതായത് ഒരു റോങ്ഫുൾ റെസ്ട്രെയിൻറ്റും അതോടൊപ്പം തന്നെ ഒരു സിമ്പിൾ ഹർട്ടും. ഇതിനപ്പുറത്തേക്കുള്ളൊരു ഒഫൻസ് അവിടെ ഇല്ല. ഒരു 74ലേക്ക്, അതായത് പഴയ 354ലേക്ക് വരാനുള്ള ഒരു ഒഫൻസ്, അതായത് മന്ത്രിയുടെ ഭാര്യയുടെ ചാരിത്രത്തിന് ഭംഗം വരുന്ന നിലയിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് കയ്യിൽ പിടിച്ചത് എന്നുള്ളൊരു കേസ് എങ്ങും മന്ത്രിയുടെ ഭാര്യ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അതിനകത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് വകുപ്പുകൾ 126(2) BNS-ഉം 115(2) BNS-ഉമാണ്. അതായത് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റും സിമ്പിൾ ഹർട്ടും. ഈ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റിനെയും സിമ്പിൾ ഹർട്ടിനെയും സംബന്ധിച്ച് ഒരു സ്യൂമോട്ടോ കേസ് എടുക്കാൻ പാടില്ലായിരുന്നോ എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ഷാനിബയുടെ പ്രസക്തമായ ചോദ്യം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് രണ്ടും കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള രണ്ട് ഒഫൻസുകളാണ്. അതായത് ഒത്തുതീർപ്പാകാൻ കഴിയുന്ന രണ്ട് ഒഫൻസുകൾ. ഇന്നലെ തന്നെ മന്ത്രിയുടെ ഭാര്യ എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ പറഞ്ഞത്, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പരാതിയില്ല എന്ന് പറയുന്ന കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള രണ്ട് ഒഫൻസുകളിൽ പോലീസ് എങ്ങനെ ഒരു സ്യൂമോട്ടോ കേസ് എടുക്കുന്നത്? ഇതൊരു അബ്കാരി ഒഫൻസ് ആണോ, അല്ലെങ്കിൽ ഒരു NDPS കേസാണോ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നത്? അഭിഭാഷകർ അങ്ങനെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം അങ്ങനെ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ ഓൾ ഇഫക്റ്റ്? നമ്മൾ ധാർമ്മികതയൊക്കെ ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനൊരു FIR നിയമപരമായി സ്യൂമോട്ടോ ഒരു 126(2), അതായത് പഴയ 323ക്കും 115(2)നും ഒരു സിമ്പിൾ ഹർട്ടിനും ഇട്ട് കഴിഞ്ഞാൽ പരാതിക്കാരില്ലാതെ എങ്ങനെ ഒരു സിമ്പിൾ ഹർട്ട് നിൽക്കും, എങ്ങനെ ഒരു റോങ്ഫുൾ റെസ്ട്രെയിന്റ് നിൽക്കും? പരാതിക്കാരിക്ക് പരാതി ഇല്ലെന്നേ ഈ വിഷയത്തിൽ. പിന്നെ എന്തിനാണ് ഒരു FIR? സ്റ്റാഫിനെതിരെ ആരോപണം പിൻവലിച്ചതായി അങ്ങ് കേട്ടോ? ഞാനിതൊന്ന് വിശദീകരിച്ചോട്ടെ. വിശദീകരിച്ചോട്ടെ. ഈ പരാതി അവര് ഓറലി വിളിച്ചു പറയുന്നു, ഫോണിൽ വിളിച്ചു പറയുന്നു, ഓറലി വിളിച്ചു പറയുന്നു, എനിക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായി, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി. നിയമപരമായ വിഷയത്തിലേക്ക് വരാം, വിശദീകരിച്ചോട്ടെ. അല്ല, അങ്ങയോടാണ് പറയുന്നത്, അങ്ങ് കേൾക്കൂ. റൈറ്റ്. അതായത് ഒരു സ്ത്രീ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം, അസോൾട്ട്, റോങ്ഫുൾ റെസ്ട്രെയിന്റ്, ഹേർട്ട് ഏത് രീതിയിലാണുള്ളതെന്ന് മെഡിക്കലൊന്നും എടുത്തിട്ടില്ല. അവർക്ക് എന്തുമാത്രം, അവരുടെ കൈക്ക് എന്ത് പറ്റി, അവർ കൈ പിടിച്ച് തിരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെല്ലാം പറയുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മൊഴി എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ കൊടുത്ത കംപ്ലൈന്റ്, അവർ പറഞ്ഞ കംപ്ലൈന്റ്, റിട്ടേൺ ആയിട്ട് കൊടുക്കണമെന്നില്ല കംപ്ലൈന്റ്. അവർ പറഞ്ഞ കംപ്ലൈന്റ് പുറത്ത് കേരള പോലീസ് എന്ത് ചെയ്തു? ഇത്രയും അവേഴ്സ്, അവരൊരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവരത് മാറ്റി പറയുന്നതിന് മുൻപ് കേരള പോലീസ് എന്ത് ചെയ്തു? മന്ത്രിയുടെ ഭാര്യയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ത്രീ തനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം, പോലീസുകാർ വരണമെന്ന് പറയുന്നു, പോലീസുകാർ വരുന്നു, ഞങ്ങൾക്ക് ഇതിൽ കേസ് എടുക്കാൻ ഒന്നും ഇല്ല എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? അപ്പൊ അവർ പറഞ്ഞ കംപ്ലൈന്റിന് എവിടെയാണ് അവർക്ക് അവിടെ നീതി കിട്ടിയിട്ടുള്ളത്? കോമ്പൗണ്ടബിൾ ആണ്, എല്ലാം പിന്നീട് നടക്കുന്ന കാര്യമല്ലേ സാർ? ആദ്യം ഒരു FIR ഇടാന്ന് പറയുന്നത് ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, FIR രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. ശരി, അങ്ങ് പറയൂ. വിശദീകരണം കഴിഞ്ഞെങ്കിൽ ഞാൻ മറുപടി കഴിഞ്ഞെങ്കിൽ ഞാൻ വളരെ അത്ഭുതകരമായാണ് അങ്ങയുടെ ഈ ആർഗ്യുമെന്റിനെ കേട്ടത്. കാരണം ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലാണ് വിഷയം. ആ വിഷയത്തോടനുബന്ധിച്ച് കുറേ ആളുകളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു കണ്ടിന്യൂയിങ് ഒഫൻസ് അവിടെ നടക്കുന്നു.
ആ കണ്ടിന്യൂയിങ് ഒഫൻസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ മെയിൻ ഒഫൻസിനെ സംബന്ധിച്ചോ യാതൊരു പരാതിയും ലോഡ് ചെയ്യാൻ ആ പരാതിക്കാർ തയ്യാറാകുന്നില്ല. പോലീസ് എന്താ വേണ്ടത്? അവർക്ക് ഇപ്പോഴും ഇല്ല പരാതി, ഇന്നലെയും ഇല്ല പരാതി, ആ സംഭവം നടക്കുന്ന സമയത്തും പരാതിയില്ല. അവർക്കൊരു പരാതി, അതായത് ഒരു സംഭവം നടക്കുന്ന സ്ഥലത്ത് ചെന്ന് നിന്ന് അപ്പോൾ തന്നെ ഇത് എഴുതി എടുത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്യുകയാണോ ചെയ്യുക? അവർക്ക് എസ്പെഷ്യലി ഇതൊരു മാരിറ്റൽ മാറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട അഭിഭാഷക സൂചിപ്പിച്ചതുപോലെ തന്നെ മാരിറ്റൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്രിമിനൽ ഒഫൻസുകളിലും എങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒഫൻസ് അല്ല. ഈ മെയിൻ ഒഫൻസിനോട് ചേർന്ന് വന്ന ഒഫൻസുകളാണ് ഇതെല്ലാം. അപ്പോൾ ആ ഒഫൻസുകളെ സംബന്ധിച്ചും മന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫിനെ സംബന്ധിച്ചും യാതൊരു പരാതിയും അവർ ഉന്നയിക്കാത്തിടത്തോളം ഒന്ന് വിശദീകരിക്കട്ടെ. അല്ല, അങ്ങ് പറയുന്നത് വ്യക്തമാകുന്നു. അങ്ങ് വളരെ സാങ്കേതികമായ അതിനെ നൂലിഴ കയറി വിശദീകരിക്കുകയാണ്. അഡ്വക്കേറ്റ് പ്രിജി, അങ്ങ് നൂലിഴ കയറി വിശദീകരിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. പോലീസിനെ വിളിച്ചോ ഇല്ലയോ? അഡ്വക്കേറ്റ് പ്രിജി, ഒറ്റ മിനിറ്റ് പ്രിജി. വെറുതെ പോലീസിനെ കണ്ടു നിൽക്കാൻ ഒരാൾ വിളിക്കുമോ? അഡ്വക്കേറ്റ് പ്രിജി, നിയമമല്ല സ്മൃതിക്ക് വേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മന്ത്രിയെ ടാർണിഷ് ചെയ്യണം. അല്ല, അങ്ങനല്ലേ ഈ മന്ത്രിയുടെ പ്രത്യേകതകൾ, ഗുണഗണങ്ങൾ ആദ്യം വിശദീകരിച്ചത്? അങ്ങനല്ലേ ഈ മന്ത്രിയുടെ ഗുണഗണങ്ങൾ ആദ്യം വിശദീകരിച്ചത്? ഇതേ സിമിലർ നേച്ചറിലുള്ള ഒരു ഒഫൻസ് സിദ്ദിഖ് കമ്മിറ്റ് ചെയ്തിട്ടില്ലേ? സ്മൃതി എവിടെങ്കിലും ആ പേരെന്ന് ഉച്ചരിച്ചോ? ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. ദീപ്തി പറയും അതിൽ. അത് ദീപ്തി മറുപടി പറയട്ടെ. അല്ല, സമാനമായ കാര്യങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ഭരിക്കുന്നവരെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ട് വേണം ആ ചോദ്യം ഉന്നയിക്കാൻ. അഡ്വക്കേറ്റ് പ്രിജി, അങ്ങേക്ക് ആ ചോദ്യം ഉന്നയിക്കാം. പക്ഷേ അങ്ങേക്ക് ആ ചോദ്യം ഉന്നയിക്കാം അഡ്വക്കേറ്റ് പ്രിജി. പക്ഷെ അങ്ങ് ഉന്നയിക്കുമ്പോൾ ഇപ്പോഴത്തേത് ഒരു കെറിവിക്കൽ എന്ന് പറഞ്ഞ ആ ചോദ്യം ഉന്നയിക്കാൻ അങ്ങേക്ക് പറ്റില്ല. കെറിവിക്കൽ എന്ന് പറഞ്ഞു ഉന്നയിക്കാൻ പറ്റില്ല. പോലീസിനെ വെറുതെ കണ്ടു നിൽക്കാൻ ആരും വിളിക്കില്ലല്ലോ. കണ്ടു നിൽക്കാൻ പോലീസിനെ ആരും സഹായത്തിന് വിളിക്കില്ല. ദീപ്തി മേരി വർഗീസിന്റെ സമയമാണ്. ദീപ്തിക്ക് പ്രതികരണം, ദീപ്തിക്ക് ഇതിൽ മറുപടി പറയാം. ഇല്ല, നമുക്ക് സമയം അത്രയേ ഉള്ളൂ. ഒരൊറ്റ കാര്യം ആഡ് ചെയ്തോട്ടെ. പറയാൻ അനുവദിച്ചാൽ ഞാൻ ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോ എവിടെയും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ആദ്യം ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനുള്ള അഭിപ്രായ വ്യത്യാസം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അദ്ദേഹം. ചർച്ചയുടെ തുടക്കത്തിൽ മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു. ദീപ്തിയുടെ സമയമാണ്. ദീപ്തി എന്നല്ല പറഞ്ഞത്. Debate with Smriti Parathikkad.